എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറത്ത് മുണ്ടുപറമ്പിലാണ് ഇപ്പോൾ താമസം. പാലക്കാട് ജില്ലയിലെ മുതുകല ഗ്രാമത്തിലാണ് ഈ 62 സെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ വിളകളായിട്ട് 27 തെങ്ങുണ്ട്, 44 കവുങ്ങുണ്ട്, റംബുട്ടാൻ 14 എണ്ണം വെച്ചിട്ടുണ്ട്, പ്ലാവ് 5 എണ്ണം ഉണ്ട്, വിവിധ തരം മാവിനങ്ങളായിട്ട് 10 തരത്തോളം മാവിനങ്ങൾ ഉണ്ട്. ഞാൻ ഈ തോട്ടം വാങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും പെൻഷനായതിൻ്റെ ശേഷമാണ്. ഒരു 6 മാസത്തോളം വെള്ളം കിട്ടുമോ ഇല്ലയെന്ന സംശയത്തിൽ മാർച്ച് അവസാനമാണ് ഞങ്ങൾ കുഴൽക്കിണർ കുത്തി. ഏപ്രിൽ അവസാനമാകുമ്പോഴേക്കും മോട്ടർ വെച്ചു. അതിനുശേഷം ഇറിഗേഷന് വേണ്ടിയിട്ട് ആദ്യം മുതലേ ഞാൻ ഇറിഗേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അതിനുവേണ്ടി നെറ്റ് വഴി കാര്യങ്ങൾ നോക്കി അഗ്രി സൊല്യൂഷന് ബന്ധപ്പെട്ടപ്പോൾ അവർ ഒരാഴ്ചക്കകം തന്നെ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരുന്നു, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ മൊബിടെക്കിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിരുന്നു. അത് നമുക്ക് മൊബൈലാണ് ചെയ്തിരുന്നത്. എക്സ്ട്രാ ഒരു സിം മാത്രം എക്യുപ്മെൻറ്റ്സിനോടൊപ്പം അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായി പമ്പ് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും നമുക്ക് പറ്റിയിരുന്നു. അത് ഒരു ദിവസം തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും, 3 നേരം വേണമെങ്കിൽ 3 നേരം, 2 നേരം വേണമെങ്കിൽ 2 നേരം. അത് 5 വാൾവാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ഡ്രിപ്പിനും ബാക്കി 3 എണ്ണം സ്പ്രിംഗ്ലറിനായി വെച്ചിരുന്നത്. അത് 6 മാസത്തെ പച്ചക്കറിയുടെ കഴിഞ്ഞപ്പോൾ സ്പ്രിംഗ്ലർ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ട് മുഴുവൻ ഡ്രിപ്പ് ഇറിഗേഷനായി. തണ്ണിമത്തൻ വെച്ചോട് കൂടിയിട്ട് ഒരു വാൾവ് സെപ്പറേറ്റായിട്ട് തണ്ണിമത്തൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനും ബാക്കി എല്ലാ വാൾവുകളും 3 വാൾവ് തെങ്ങിനും കവുങ്ങിന് പപ്പായയ്ക്ക് വാഴയ്ക്ക് ഇതിനെല്ലാം നനയ്ക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന മുണ്ടുപറമ്പിൽ നിന്ന് ഏകദേശം 35 മുതൽ 40 കിലോമീറ്ററോളം 2-3 വഴിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. എനിക്ക് അത് ദൂരം അത്രയൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മൊബിടെക്കിൻ്റെ ഓട്ടോമേഷൻ വെച്ചിരുന്നു. ഈ ഓട്ടോമേഷൻ കാരണം എനിക്ക് അതിൽ തന്നെ റിയൽ ടൈം മോഡുണ്ട്. ഈ റിയൽ ടൈം മോഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരാഴ്ചയായി ഞാൻ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നു. എനിക്ക് അതിൻ്റെ യാതൊരു വിഷമം അറിഞ്ഞിരുന്നില്ല. ഞാൻ ഓരോ ടൈമിലും എനിക്ക് മെസ്സേജ് അടക്കം മൊബൈൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ഫെയിലായാൽ ആ ഫെയിലായത് എനിക്ക് അറിയാൻ പറ്റും. അത് എപ്പോഴാണ് റെസ്യൂം ചെയ്ത് തിരിച്ചു വരുന്നതെന്നും അതും എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഓട്ടോമേഷനിൽ എനിക്ക് മൊബിടെക്കിൻ്റെ ഓട്ടോമേഷനിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ 70 മുതൽ 80 ലിറ്റർ വരെയും, കവുങ്ങിനാണെങ്കിൽ അതിനനുസരിച്ച് വാഴയ്ക്ക്, റംബുട്ടാന്, പ്ലാവിന്, മാവിന് ഓരോ ദിവസം വേണ്ടത്ര വെള്ളം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനാവശ്യമായി വെള്ളം ദൂർത്തടിച്ച് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. ഞാൻ കുഴൽക്കിണറാണ് കുഴിച്ചെങ്കിലും 360 അടിയിൽ വെള്ളം കിട്ടി. 400 അടി വരെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷേ ആ വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയാനും നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ സിസ്റ്റംസ് വെച്ചിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷന് സ്പ്രിംഗ്ലറും, പച്ചക്കറിക്ക് കംപ്ലീറ്റ് സ്പ്രിംഗ്ലറും മറ്റ് വിളകൾക്കെല്ലാം ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒത്തിരി ലാഭിക്കാൻ പറ്റി. ഈ വേനൽക്കാലം കഴിയുന്നവരെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഫേം വരുന്നത് അഗ്രോ സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ മൊബിടെക്കിൻ്റെ ഓട്ടോമേഷൻ അഗ്രോ സൊല്യൂഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ കൊപ്പം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും മൊബിടെക്കിൻ്റെ ഓട്ടോമേഷൻ, നമ്മുടെ ഇറിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് നിങ്ങളുമായി കോൺടാക്റ്റ് ചെയ്ത് അതിനാവശ്യമായ റിക്വയർമെൻറ്റ് അവിടെ എത്തി ചെയ്യുന്നതാണ്. താങ്ക് യു.